അനുവദിച്ച് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാനായിട്ട് ഫണ്ട് അനുവദിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡിൽ ഒരു ചെറിയ കടമുറി അതിൻ്റെ നടുഭാഗത്തായിട്ടുണ്ടായിരുന്നു. നിലവിലുണ്ടായിരുന്ന അതേ രീതിയിൽ ഡിസൈൻ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു മുമ്പ് പഞ്ചായത്തിൽ നിന്നുണ്ടായിരുന്നു. അതനുസരിച്ചാണ് ആ നിലയിൽ നിർദ്ദേശം. പക്ഷേ ഇവിടെ പള്ളിയുടെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും മറ്റും അങ്ങനെ ഒരു കട സംവിധാനം അവിടെ വേണ്ട. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് വേണ്ടി മാത്രമായിട്ടാണ് പള്ളി സ്ഥലം മുമ്പ് അത് പള്ളി കൊടുത്ത സ്ഥലമാണ് മുമ്പ് പഞ്ചായത്തിൽ. അപ്പോൾ അങ്ങനെ അനുവദിച്ചിരുന്നു. അതുകൊണ്ട് ആ നിബന്ധനയ്ക്ക് വിപരീതമായൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നൊരു നിർദ്ദേശം വന്നു. അപ്പോൾ ഇന്നലെ തന്നെ അത് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ എന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പഞ്ചായത്തിൻ്റെ കൺസെൻറ്റ് കൂടെ ഉണ്ടല്ലോ, അതിനൊരു തടസ്സവുമില്ല. ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പഞ്ചായത്തിന് അതിന് മറ്റു തർക്കങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങളുടെയും മറ്റും ആവശ്യമനുസരിച്ച് ഈ പ്രദേശത്തെ പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അതിൻ്റെ ഷോപ്പിംഗ് ഫെസിലിറ്റി ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും നാട്ടുകാരും പിന്നെ ഇവിടെ ഒരു വലിയ ഹാളുണ്ട്. അവിടെ ചടങ്ങുകൾ ധാരാളമായി നടക്കാറുണ്ട്, കല്യാണങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും ബസ് കയറുന്നതിന് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു സൗകര്യം എന്നതിൽ റീഡിസൈൻ ചെയ്ത് അത് നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് തന്നെ നടക്കും. പക്ഷേ അതിൻ്റെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുന്ന നടപടിക്രമത്തിൽ ഉദ്യോഗസ്ഥരെ പൊതുമരാമത്ത് കെട്ടിട വിഭാഗമാണ് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ മേൽനോട്ട ചുമതല. അവർക്ക് ഇന്ന് തന്നെ ഇപ്പോൾ വാക്കാൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നാലെ ഞാനത് സംബന്ധിച്ച് ഔദ്യോഗികമായി കത്ത് കൊടുക്കും. കൂടാതെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഡിസിഷൻ കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് റീകാസ്റ്റ് ചെയ്ത് അതായത് കടമുറി ഒഴിവാക്കിക്കൊണ്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം മാത്രമായി നിർമ്മിക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതെൻ്റെ ഡിസൈൻ വന്നാലേ അന്തിമമായിട്ട് അത് ഓപ്പണാണ്. അടച്ചിടേണ്ട കാര്യമില്ലല്ലോ, വെയിറ്റിംഗ് ഷെഡ് അടച്ചിടേണ്ട കാര്യമില്ലല്ലോ. ആളുകൾക്ക് ബസ് വരുന്നത് കാണണം, ഭംഗിയായിട്ടിരിക്കണം. പിന്നെ അതിനകത്ത് നിൽക്കുന്നവർക്ക് മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാനുള്ള സൗകര്യം വേണം. അതൊക്കെ ഉദ്യോഗസ്ഥർക്ക് വിടുക. ഏതായാലും ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് എന്ത് സൗകര്യമാണോ വേണ്ടത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ക്രമീകരിക്കുള്ളൂ. അതിനപ്പുറമുള്ള യാതൊരു സൗകര്യവും അവിടെ ഉണ്ടായില്ല.